കടുവ എന്നെ രക്ഷിക്കാനായിട്ട് വരല്ലേ? കടുവ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കടുവ, കടുവീന് വന്നില്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ചത്തു കളയും. കടുവേ, വരില്ലേ? ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കടുവേ, വാ. കുക്കി, സ്വപ്നമായിരുന്നു. ഒന്ന് പേടിച്ചാണ് ഞാനിപ്പോ. കുക്കി, നീ എവിടെയാ? നിന്നെ എവിടെയൊക്കെ അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഇല്ലാതിരിക്കുമ്പോൾ ഞാനല്ലാതാവുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താടി പെണ്ണെ ഇങ്ങനെ? നീ എവിടെയാ? എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കും? നീ എൻ്റെ കൂടെയുള്ള എല്ലാ നിമിഷവും ഞാൻ നിന്നെ വെറുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നീ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാന്ന് തോന്നിപ്പോവുക കുക്കി. സ്വന്തം ഫ്രണ്ടിനെ ചതിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. എന്നാലും എനിക്ക് കിട്ടാത്ത പെണ്ണിന് എൻ്റെ ഫ്രണ്ടിനും കിട്ടണ്ട. എന്തായാലും അവളുടെ കെട്ടിയോനൊന്ന് ഈ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തേക്കാം. അവൻ വരികയാണെങ്കിൽ വന്ന് അവളെ കൊണ്ടുപോകട്ടെ. അവരെങ്കിലും ചേരട്ടെ. കുക്കി, 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 നീ എവിടെയാ? കുക്കി, വേർ ആർ യു? പക്ഷെ അതിന് പകരം എനിക്ക് നീ ചോദിക്കുന്ന കാശ് എത്രയായാലും അത് ഞാൻ തരും. ഈ തൃണവത് തരും. പക്ഷെ പകരം എൻ്റെ കുക്കി, എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ച് വേണം. അയ്യേട്ടാ, നീ എന്താടാ വിചാരിച്ചതിനെ കുറിച്ച്? പൊട്ടനാണെന്നോ? എനിക്കറിയാടാ കുക്കിയുടെ അച്ഛൻ്റെ കയ്യിൽ പൂത്ത കാശുള്ള വിവരം. പോരാത്തതിന് ഒറ്റ മകളും, സമ്പാദ്യം മുഴുവൻ അവൾക്കും. നീ എന്ത് വിചാരിച്ചു നിനക്ക് ലൊക്കേഷൻ അയച്ചെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നീ തരുന്ന നക്കാപ്പിച്ചി വാങ്ങിച്ച് ഇവളെ അങ്ങോട്ടേക്ക് തരാനോ? എനിക്ക് ഇവളുടെ മേലെ നല്ലൊരു കണ്ണുണ്ടായിരുന്നതാ. ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയ ചരിത്രം എനിക്കുള്ളൂ. ഇവിടെ വെച്ച് നിന്നെ തട്ടിയിട്ട് ഇവളെയും കൊണ്ടുപോയി ആ കുറ്റം നിന്റെ തലയിലിടാനാ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല മുളുസേ, ഈ ചായൻ ഇപ്പൊ വരാട്ടോ. ഇവനെയൊന്ന് നേരാക്കിയിട്ട് നമുക്ക് കേട്ടാം. നായ, നിനക്ക് എന്റെ പെണ്ണിന് പന്ന വേണമല്ലേ? അതും എന്റെ ഭാര്യയെ. ഇനി എത്ര മാപ്പ് പറഞ്ഞാലും എനിക്ക് മാപ്പ് കിട്ടില്ല. അപ്പോഴത്തെ കുക്കി കാണാനില്ലാത്ത ദേശത്തെ ഞാൻ അറിയാതെ നമ്മുടെ മോനെ തല്ലിയതാ. അവനിതിന് പറയൊന്നുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ എന്ത് പറയാനാ? ഇവർ വന്നെന്ന് കുക്കിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ഞാൻ അറിയാതെ നമ്മുടെ മോനെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ ഐസിയിലെ ജീവന് വേണ്ടി മരണത്തോട് മല്ലടിക്കുന്ന കൂക്കിയെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. തലപൊട്ടി രക്തം വാർന്നു കിടക്കുന്ന പെറ്റ മകനെയും ഒന്നും പറയാൻ പറ്റില്ല. കുറ്റക്കാരി. എന്റെ പൊന്നു ജിനി, താനൊന്ന് സമാധാനിക്കടോ. നമ്മുടെ കുട്ടികൾക്കൊന്നും വരത്തില്ല. അവരുടെ കൂടെ ദൈവമുണ്ട്. ആ ദൈവം കാത്തോളൂ. അവർക്കൊന്നും സംഭവിക്കില്ല. അവർ പഴയതുപോലെ ചിരിച്ചും കളിച്ചും നമ്മുടെ മുൻപിൽ വരും. ഒന്നും സംഭവിക്കില്ല. താൻ ഇങ്ങനെ കരയല്ലേ? എനിക്ക് എന്റെ കുക്കുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? മൃത എന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആരൊക്കെയാണ്? ഞങ്ങളാ. എന്താ കുക്കുവിന് എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും കണ്ണു തുറന്നോളെ? അത് പിന്നെ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ AB നെഗറ്റീവാ. കുറച്ച് റെയർ ആണ്. ഇവിടെ ബ്ലഡ് ബാങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും ഇപ്പൊ ഈ ബ്ലഡ് സ്റ്റോറേജ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോ എത്രയും വേഗം നിങ്ങൾ ബ്ലഡ് ഒന്ന് സംഘടിപ്പിച്ചെത്തിക്കണമായിരുന്നു. കാരണം ആളുടെ സിറ്റുവേഷൻ വളരെയധികം മോശമായിട്ടുള്ള കണ്ടീഷനിലാണ്. അപ്പോ ബ്ലഡ് എത്തിച്ചില്ലെങ്കിൽ കൂടുതൽ വഷളാവുകയുള്ളൂ സിറ്റുവേഷൻ. അപ്പോൾ എത്രയും വേഗം ബ്ലഡ് എത്തിക്കാനുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യണം. അപ്പൊ ആള് ഭയങ്കര ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നത്. അത്ര വേഗമൊന്നും കണ്ണു തുറക്കാനായിട്ട് പോകുന്നില്ല. എന്തായാലും 48 അവർ ഒബ്സർവേഷനിൽ വെച്ചതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. എത്രയും വേഗം ബ്ലഡ് എത്തിക്കാനുള്ള വഴി നോക്കി ജൂണിയേട്ടാ. ബ്ലഡ് ബാങ്കിൽ വിളിച്ച് ചോദിക്കേ.
എന്തെങ്കിലും ചെയ്യ് ജൂനേട്ടാ വേഗം. മാഡം, അത് പിന്നെ റൂം നമ്പർ 7 കിടക്കുന്ന പേഷ്യന്റ് വളരെയധികം വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബോധമില്ലാതെ കുക്കു കുക്കു എന്ന് പറയുന്നുണ്ട്. അപ്പോ ആളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നാ ചോദിക്കാൻ വന്നത്. ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആ റൂം നമ്പർ 7 കിടക്കുന്ന പ്രണവ് എന്ന് പറയുന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് നിങ്ങളല്ലേ? അതെ. ഈ കുക്കു എന്ന് പറയുന്നത് ആരാ? ആളെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം അത് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ പേഷ്യന്റ് കുറച്ച് സൈലന്റ് ആയേനെ. ഡോക്ടർ, അതവന്റെ ഭാര്യ ആ കുക്കുവ ഇപ്പൊ ICUവിൽ കിടക്കുന്നത്, മരണത്തോട് മല്ലടിച്ച്. അവളെ ഞാൻ എങ്ങനെ അവന് കാണിച്ചു കൊടുക്കും? ചില സമയം അതങ്ങനെയാണ്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നടക്കണമെന്നില്ല. അപ്രതീക്ഷമായി പലതും സംഭവിക്കാം. ഇവിടെ തന്നെ സന്തോഷിച്ചുകൊണ്ടിരുന്ന ഇരുവരും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ അവരുടെ സന്തോഷം ഇടിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ പ്രണയത്തിന് മുമ്പിൽ തോറ്റുപോയ ദൈവങ്ങൾ പോലെയുള്ളപ്പോഴാണോ നമ്മളെ വിധി തോൽക്കാത്തത്? അതേപോലെ തന്നെ ഇവിടെ ഇരുവരുടെയും പ്രണയത്തിന് മുമ്പിൽ ആ വിധി അടക്കം തോറ്റുപോകും. അമ്മ, കുക്കു എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം. ഡോക്ടർ പ്ലീസ്, എനിക്ക് ഒരേ ഒരു തവണ എൻ്റെ കുക്കുവിനെ കണ്ടാൽ മാത്രം മതി. അവൾ എഴുന്നേച്ചെങ്കിലും കുഴപ്പമില്ല, ഞാനൊന്ന് കാണട്ടെ പ്ലീസ്. മിസ്റ്റർ പ്രണവ്, ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടാ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുക്കു കുക്കു അപ്പൊ ആർമീസെ, ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ കഥയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചാനൽ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. കാരണം നമ്മൾ 3K ഒക്കെ താണ്ടിയിട്ടും സബ്സ്ക്രൈബേഴ്സ് മാത്രം അതിനൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പാവൻ റൈറ്ററിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും പ്ലീസ്. പിന്നെ നമ്മുടെ കുക്കു എന്ത് സംഭവിച്ചെന്നോ അവളുടെ അവസ്ഥ എന്താണെന്നോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക.